പത്തിലോ ഇന്ന് നിനക്ക് ഒരുപാട് ജോലിയുള്ളതല്ലേ. ആദ്യം വീട് വൃത്തിയായിക്കോ, പിന്നീട് തുണി അലക്കിയാ മതി. എന്നും ഞാൻ തന്നെയല്ലേ എല്ലാം ജോലിയും ചെയ്യുന്നേ. ഇന്ന് നീ ചെയ്യ്. ഞാൻ നാളെ ചെയ്തോളാം. ഈ നാളെ എന്ന് പറഞ്ഞത് ഒരിക്കലും വരില്ലല്ലോ. ടുമോറോ നെവർ കംസ്. നാളെ എന്നൊന്ന് വന്നില്ലെങ്കിൽ അത് പിന്നെ എന്റെ തെറ്റല്ലല്ലോ. നീ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ചെയ്യാം. നീ നിന്റെ ശക്തി ഉപയോഗിച്ച് എല്ലാ പണിയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിടിച്ചോ, ഇന്ന് ഇത്രയും തുണികളേ ഉള്ളൂ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ എന്തായി കാണിക്കുന്നത്? വലിയേട്ടാ, ഞാനൊന്ന് ഷേവ് ചെയ്യാൻ പോവായിരുന്നു. എന്നും രാവിലെയുള്ള ഈ ഷേവിങ് വളരെ ബുദ്ധിമുട്ടാന്നേ. എത്ര പ്രാവശ്യം എന്ന് വെച്ചാ ബ്ലേഡ് കൊണ്ട് മുഖം മുറിക്കുക. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ട്. ഈ ഷേവിംഗ് ക്രീം തേച്ചിട്ട് 10 സെക്കൻഡ് കഴിയുമ്പോ കഴുകി കളയണം. ബ്ലേഡിന്റെ ആവശ്യമില്ലാതെ ഷേവിംഗും കഴിയും. എങ്ങനുണ്ടോ? സത്യമാണോ വലിയേട്ടാ? താങ്ക് യു വെരി മച്ച്. ഓക്കെ മോട്ടു, ഷേവിംഗ് ചെയ്തതിന് ശേഷം പറയണം ഈ ഫോം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ബിസിനസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജഡ്ക 10 സെക്കൻഡിനുള്ളിൽ മുഖം കഴുകാൻ പറഞ്ഞു. അപ്പോ കഴുകാതിരുന്നെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ അർത്ഥം. നീ എന്തായി പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞു വരുന്നത് മോട്ടുവിനെതിരെ ഇന്ന് പ്രതികാരം ചെയ്യാനുള്ള സമയം വന്നു എന്നാ. മോട്ടു എന്നും അവന്റെ കരുത്തുപയോഗിച്ച് എല്ലാ പണിയും പത്ലുവിനെയും കൊണ്ടാ ചെയ്യിപ്പിക്കുന്നേ. പത്ലു, ഇന്ന് നിനക്ക് കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കേ. നീ മോട്ടു ഷേവിംഗ് ക്രീം തേച്ച് കഴിഞ്ഞ് 10 സെക്കൻഡിനുള്ളിൽ മുഖം കഴിയാൻ സമ്മതിക്കരുത്. പിന്നെ കണ്ടോ, എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കും. പിന്നെ സംഭവിക്കുന്നതൊന്നും അവന് നല്ലതായിരിക്കില്ല. വേണ്ട, അങ്ങനൊന്നും ചെയ്യരുത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഇന്നത്തോടെ മനസ്സിലാകും മോട്ടുവിന് ബുദ്ധിയാണോ ശക്തിയാണോ വലുതെന്ന്. ഇങ്ങത്താ, ഞാൻ തേച്ചു തരാം. നീ സമാധാനായിട്ട് ഇരുന്നോ. നീ എന്തിനാ തലയിൽ കൊണ്ടുപോയി തേച്ചത്? നീ കൊറേ ആയിട്ട് മുടിയൊന്നും വെട്ടാറില്ലല്ലോ. ചെറിയ മുടി വന്നിട്ടുണ്ടാവും, അതൊക്കെ പൊയ്ക്കോളും. 10 സെക്കൻഡ് കഴിഞ്ഞു. ഓ, ഇവിടെ വെള്ളം ഇല്ലല്ലോ. പൈപ്പിലും ഒരു തുള്ളി വരുന്നില്ല, ഈ കുടത്തിലും ഇല്ല. ഇപ്പൊ ഇനി എന്താ ചെയ്യാ? മോട്ടോ 10 സെക്കൻഡിന് പകരം ഇപ്പൊ 30 സെക്കൻഡ് ആയല്ലോ. ആ ഷേവിംഗ് ഫോം ആ തുണിയിൽ തന്നെ അങ്ങ് തുടച്ചോ. ഇത് കല്ല് പോലെ ഉറച്ചു പോയല്ലോ. എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ. അല്ല, എന്താ സംഭവിച്ച? നിന്റെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ലല്ലോ. ഞാനിപ്പോ ഇത് എടുത്ത് കളഞ്ഞു തരാം. ഇതാണ് പറയുന്നത്, എല്ലാ മനുഷ്യനും ഒരു ദിവസം വരുമെന്ന്. ഇപ്പൊ നിനക്ക് ഈ കോലത്തില് വീടിന് പുറത്തു പോകാൻ കഴിയില്ല. വീടിലെ മുഴുവൻ ജോലിയും നീ നോക്ക്. ഞാൻ പോയി ജഡ്കയെ കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ വരുമ്പോഴേക്ക് നീ എല്ലാ പണി ചെയ്തില്ലെങ്കിൽ ഫുർഫുറി നഗറിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കും. ഞാൻ ജഡ്കയുടെ അടുത്തേക്ക് പോയിക്കൊള്ളാം. വീട്ടിൽ പോയി മര്യാദയ്ക്ക് എല്ലാ പണി ചെയ്യുന്നോ ഇല്ലയോ? എന്ത് നല്ല മണമാണ്. ചായക്കട ചേട്ടാ, ഒരു പ്ലേറ്റ് സമൂസ തരൂ. പൈസ പിന്നെ തരാം കേട്ടോ. എന്റെ പത്ലു, ഇതാരാ ഈ മുഖമൊക്കെ അങ്ങ് അടച്ചു കെട്ടിയേച്ച് വന്നിരിക്കുന്നേ? സമോസയുടെ കാശ് പിന്നെ തരാമെന്ന് പറയുന്നു. ആരാ ഇത്? മോട്ടുവിന് വായി തുറക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവന് സമൂസയും കഴിക്കാൻ പറ്റില്ല. ഇന്ന് അവന് വയറ് നിറച്ച് സമൂസ മേടിച്ച് കൊടുക്ക. ഇതിലും വലിയ ശിക്ഷ അവൻ ഈ ജന്മത്തിൽ കൊടുക്കാൻ പറ്റില്ല. സമൂസയുടെ മുന്നിൽ ഇരിക്കുകയും ചെയ്യും, അവനത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യരുത് പത്ലു, അതൊക്കെ വലിയ പ്രശ്നമായി മാറും.
ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ മോട്ടുവിന് ഇന്നൊരു നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് മോട്ടു ബാബ. ഇന്ന് അദ്ദേഹം മൗനവ്രതത്തിലാ. ഒന്നും ഉരിയാടില്ല. പറയുന്നത് എന്താന്ന് വെച്ചാ ഇന്ന് കഴിക്കുന്ന സമൂസയ്ക്ക് പൈസ മേടിച്ചാ അടുത്ത ജന്മത്തിൽ പല്ലിയായിട്ട് ജനിക്കും. പെട്ടെന്ന് കുറച്ച് സമൂസ കൊടുക്ക. ഇല്ല, ഞാൻ ഇവൻ പറയുന്നത് പോലെ ഒന്നുമല്ല. ഇവൻ കള്ളം പറയുവാ. കണ്ടോ, മൗനഭാവം നിങ്ങളെ ശപിക്കാൻ പോവാണ്. വേഗം കുറച്ച് സമൂസ കൊടുക്ക്. നിങ്ങൾ വേണമെങ്കിൽ പൈസ മുഴുവൻ എന്റെ പേരിൽ എഴുതിക്കോ. ഞാൻ വേഗം പൈസ തന്ന് തീർക്കാം. പക്ഷെ ബാബയെ വിശന്നിരിക്കാൻ സമ്മതിക്കരുത്. ഓ വേണ്ട വേണ്ട വേണ്ട, എന്നെ ശപിക്കല്ലേ മുനിശ്രേഷ്ഠ. ശരിക്കും മോട്ടും സന്യാസിയായി മാറിയിട്ടുണ്ടെങ്കിൽ മോട്ടുവിനെ സൽക്കരിക്കേണ്ടത് എന്റെ കടമയല്ലേ? അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പുണ്യം കിട്ടും. ഇതെന്താ, എന്റെ വായ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ താടിയും മീശയൊക്കെ കല്ല് പോലെയല്ലേ ഇരിക്കുന്നത്. എന്തു പറ്റി സന്യാസി ശ്രേഷ്ഠ? സമോസ എന്താ തിന്നാത്തെ? ഇത്രയും സ്വാദുള്ള സമൂസകൾ ഫ്രീ ആയി കിട്ടിയിട്ടും എനിക്ക് ഒന്നുപോലും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ആ ജഡ്കയുടെ മോനെ വെറുതെ വിടാൻ പോകുന്നില്ല. മോട്ടു സമൂസ കഴിക്ക്, പ്ലീസ് കഴിക്ക്. എന്താ എന്റെ സമോസ തിന്നാൻ കൊള്ളൂലേ? അല്ലയോ ദൈവങ്ങളെ, നിങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണോ? നീ വീട്ടിൽ പോയി തുണിയൊക്കെ അലക്ക്, പണിയൊക്കെ ചെയ്യ്. ഞാൻ ഡോക്ടർ ജഡ്കയെ വിളിച്ചോണ്ട് വരാം. സന്യാസി ശ്രേഷ്ഠ, എന്നെ അനുഗ്രഹിച്ചാൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ദൂരെ അകറ്റണമേ. എന്റെ പ്രശ്നങ്ങൾ തന്നെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാ നിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുക? ഗുരു, എന്റെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കണം ഗുരു. എന്റെ കഷ്ടപ്പാട് മാറ്റാനേ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ ഞാൻ നിന്റെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റുക? ഞാനൊരു മുനിശ്രേഷ്ഠനല്ല, ഞാനൊരു പാവം ദുഃഖിതനാണ്. എനിക്ക് നിങ്ങളുടെ കഷ്ടങ്ങളൊന്നും മാറ്റാൻ കഴിയില്ല. ഈ മുനിശ്രേഷ്ഠൻ എന്താ ഈ പറയുന്നത്? ഇത് മൗനബാബയാണ്. അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഫ്രീ ആയിട്ട് അനുഗ്രഹം കൊടുക്കില്ലെന്ന. അദ്ദേഹം പറയുന്നത് നിങ്ങളെ പോലെ ചെറുതും സാധാരണക്കാരും മണ്ടന്മാരുമായ ആൾക്കാർക്കൊന്നും അനുഗ്രഹം കൊടുക്കില്ലെന്ന. ഒന്നും അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടില്ല. ആദ്യം പൈസ കൊടുക്ക, എന്നിട്ട് അനുഗ്രഹം മേടിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഓൺലൈൻ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് അനുഗ്രഹം മേടിക്കാം. നമ്മളെ പുച്ഛിച്ചു, മണ്ടന്മാരെന്ന് പറഞ്ഞു, ചെറിയവരെന്നും പറഞ്ഞു. അതെ, ഇവനൊരു കള്ള സന്യാസിയാന്നാ തോന്നുന്നേ. അനുഗ്രഹം തരാൻ പൈസയൊക്കെ ചോദിക്കുന്നു, അതും ബാങ്കിലേക്ക്. അടിക്കണവരെ. വല്യേട്ടാ, നിങ്ങൾ എന്ത് പോക്കൃതരമായി കാണിച്ചു വെച്ചത്? കണ്ടില്ലേ എന്റെ താടി, എന്റെ മുടി, ഇതൊന്നും എനിക്ക് എടുത്തു കളയാൻ ഓ പറ്റുന്നില്ല. മോട്ടു, എന്റെ ചങ്ക, എന്താ സംഭവിച്ചത്? നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവൻ പറയുന്നത് നിങ്ങളുടെ ഫോം തേച്ചതിന് ശേഷമാണ് ഒരുപാട് മുടി വളർന്നത്. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നാ. പിന്നെ അവൻ സന്യാസി ആവാൻ പോവാന്നും പറയുന്നു. കൊള്ളാം കൊള്ളാം, അതെന്തായാലും നന്നായി. ആശംസകൾ മോട്ടു, അഭിനന്ദനങ്ങൾ നേരുന്നു. വേണ്ട വേണ്ട, എനിക്കൊരിക്കലും സന്യാസിയൊന്നും ആവണ്ട. ഇതൊന്ന് എടുത്തു തരൂ എന്റെ വല്യേട്ടാ, എന്നിട്ട് എന്നെ പ്രശ്നത്തിൽ നിന്നൊന്ന് രക്ഷിക്കൂ. ഇവനെന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇവന് നിങ്ങളെ ഒന്നും വിട്ടുപോകാൻ ഒട്ടും ഇഷ്ടമല്ല.
പക്ഷെ സന്യാസിയാവാൻ തീരുമാനിച്ചാ പോയല്ലേ പറ്റൂ, ദൂരെ ഹിമാലയ പർവ്വത നിരകളിൽ. മോട്ടു സന്യാസി, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട, ഞങ്ങള് നിങ്ങളെ കാണാൻ വരാം. ബൈ ബൈ മോട്ടു, അടിച്ചു പൊളിക്കാം. എനിക്ക് സന്യാസിയൊന്നും ആവണ്ടായേ. ഈ 10 രൂപ സന്യാസിയാക്കി അടങ്ങുന്ന തോന്നുന്നു. ഓ, ഇപ്പൊ മനസ്സിലായി, നീ ആ ക്രീമിന്റെ പ്രശ്നത്തിലല്ലേ. ഇതിനെ ഒഴിവാക്കണം അല്ലേ? താങ്ക് യു വല്യേട്ടാ, താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഈ ഷേവിംഗ് ഫോമിലെ കാശ് കൊള്ളൂല. ഇതെന്താ സംഭവിക്കുന്നേ? ഇതെന്താ സംഭവിക്കുന്നേ? ഓയ് മോട്ടു, നീ മുഴുവൻ ക്രീമും ആ വെള്ളത്തിൽ കലക്കിയോ? അതുകൊണ്ട് 10 കല്ലായി പോയിരിക്കുക. 10 രൂപ ഞാനിപ്പോ ശരിയാക്കി തരാം. വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ടെന്ന്. ഇപ്പൊ എന്തായാലും അതൊന്നും ചിന്തിക്കാനുള്ള സമയമല്ല. വേഗം ഓടിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.